നമസ്കാരം. കൊല്ലയാത്ര തുടരുന്നു. തങ്കശ്ശേരിയിൽ നിന്ന് ഞാൻ നേരെ പോയത് നമ്മുടെ ഫിഷിംഗ് ഹാർബറിലേക്കാണ്. ഫിഷിംഗ് ഹാർബർ ഭയങ്കര ഫേമസ് ആണ്, നമ്മളാരും പോയിട്ടില്ലെങ്കിലും. ഞാൻ അവിടെ ചെന്നു. നല്ല വെയിലാണ്, 12 മണി സമയമായതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണെങ്കിലും അവിടേക്ക് ഒന്ന് നടന്നു നോക്കി. ഇപ്പം ട്രോളിംഗ് ആയതുകൊണ്ട് ഒട്ടും ആളും ബഹളമൊന്നുമില്ല. അവിടെ ചെല്ലുമ്പം തന്നെ ഒരു മണ്ണെണ്ണ വിതരണ കേന്ദ്രം, മത്സ്യഫെഡിൻ്റെ മണ്ണെണ്ണ വിതരണ കേന്ദ്രം കണ്ടു തന്നെ. അവിടുന്ന് അങ്ങോട്ട് ചെല്ലുമ്പോൾ കുറേ ഒഴിഞ്ഞു കിടക്കുകയാണ്. ഇവിടെയൊക്കെ നല്ല തിരക്കുണ്ടാവേണ്ട ഒരു സ്ഥലമാണ്, പക്ഷേ ഒരാളുമില്ല. കടൽ തീരത്തിപ്പോൾ വറുതിയുടെ കാലഘട്ടമാണ്. 3 മാസത്തോളം ഇനി ഇവർക്ക് ഒന്നുമില്ല. അപ്പോൾ അതെങ്ങനെയാണ് നിങ്ങൾ ഈ 3 മാസം മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ രസകരമായൊരു കാര്യം പറഞ്ഞു. ഇവർക്ക് ഈ നല്ല ബിസിനസ്സുള്ള സമയത്ത് ഇവർ ചിട്ടിക്ക് ചേരും. ചില ആളുകളെ അവിടെ വന്ന് ഇവരെ ചിട്ടിക്ക് ചേർത്തിട്ട് ഈ സമയത്തെ അവർ ആ പൈസ തിരിച്ച് ചോദിക്കത്തുള്ളൂ. ആ സമയത്ത് ഈ ചിട്ടിക്കാരൻ കൊടുക്കുകയും ചെയ്യും, ചിട്ടി പോലുള്ള ഫൈനാൻസുകാർ. ആ പൈസ കൊണ്ട് 3 മാസം അഡ്ജസ്റ്റ് ചെയ്യുമെന്നാണ് ഒരാൾ പറഞ്ഞത്. എന്തോ എനിക്കറിയില്ല. അവിടെ കാണാനാണെങ്കിൽ കുറേ ഉണ്ട്, പക്ഷേ ഒരുപാട് വേസ്റ്റുകളൊക്കെ കൂട്ടിയിട്ടിരിക്കുകയാണ് അവിടെ. അതിൻ്റെ ചില ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സന്ധ്യയായി കഴിഞ്ഞാൽ സാമൂഹ്യ വിരുദ്ധരുടെ ഒരു കേന്ദ്രമാണെന്ന് തോന്നുന്നു. പോലീസും കാര്യങ്ങളൊക്കെ കുറച്ചുണ്ട്, പക്ഷേ അവരത്ര കാര്യമായിട്ടൊന്നും എടുക്കുന്നില്ല. കാര്യം കടൽപ്പുറത്തുള്ളവരുടെ ഏരിയ ആണ്, അതുകൊണ്ട് തന്നെ അവരവിടെ സേഫാണ്. ഒരുപാട് ഫൈബർ വള്ളങ്ങൾ ഇവിടെ ഇങ്ങനെ നിരത്തിയിട്ടിരിക്കുകയാണ്. ഇപ്പം ഒന്നും കടലിൽ പോകാത്തത് കൊണ്ട് ഒരുപാട് പൊൻകുരിശ്, അതുപോലെ പല പേരുകൾ, മോസസ്, അങ്ങനെ ഒരു 10-250. അപ്പം നമ്മൾ ആലോചിക്കണം എന്ത് ബിസിനസ് നടക്കുന്ന ഒരു ഏരിയ ആണിതെന്നുള്ളത്. ഫൈബർ വള്ളങ്ങളൊക്കെ കുറച്ചൊക്കെ വെള്ളത്തിൽ കിടക്കുക, എല്ലാം കരയിൽ, കൂടുതലും കരയിലാണ്. അപ്പോൾ ഞാൻ അവിടെയുള്ള ആളോട് സംസാരിച്ചപ്പം ട്രോളിംഗ് സമയത്ത് ഒരു രക്ഷയില്ല. അത് കടലിലിറങ്ങിയാൽ പോലീസ് പിടിക്കും. കടലിൽ പോലീസിൻ്റെ ശക്തമായ നിരീക്ഷണം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ആരും റിസ്ക് എടുക്കാറില്ലെന്നാണ് പറയുന്നത്. പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ, എല്ലാവരും ഒന്നും ചിട്ടിയിലില്ല കേട്ടോ, ചിട്ടിക്കാര്യം പറഞ്ഞുകൊണ്ട് പറയാം. എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുമെന്നാണ് ഇവർ പറയുന്നത്. നമുക്കറിയാം, മത്സ്യമില്ലാതെ നമുക്കൊരു ദിവസം പോലും കഴിയാൻ പറ്റില്ല. കണ്ടോ, അതിൻ്റെ പുറത്ത് കൂട്ടിയിട്ടിരിക്കുന്ന വേസ്റ്റുകൾ കണ്ടോ, ഒരുപാട് വേസ്റ്റുണ്ട്. എൻ്റെ അടുത്തുള്ള മീൻ മാർക്കറ്റുകൾ, മീൻ കൊണ്ടുപോകാനുള്ള വാഹനങ്ങളെല്ലാം നിർത്തിയിട്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു ബിൽഡിങ്ങിലൂടെ ഞാൻ ചെറുതായിട്ട് നടന്നു ചെന്ന് നോക്കി അവിടെ എന്താണെന്നറിയാൻ. അവിടെ ഈ വല കൊരുക്കുകയാണ് അവർ. ഈ മത്സ്യബന്ധന ബോട്ടിൽ കൊണ്ടുപോകുന്ന വലയ്ക്കകത്ത് കയറൊക്കെ കെട്ടി അവരുടെ രീതിയിലാക്കി എടുക്കുകയാണ്. ഇവിടെ വറുതിയിലെ കാലഘട്ടം കഴിഞ്ഞിട്ട് ഇറങ്ങാൻ വേണ്ടി അത് പ്രിപ്പയർ ചെയ്യുകയാണ്. അവിടെ നിന്നിറങ്ങി ഫൈബർ വള്ളങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നു. ഈ ഒരു ഫൈബർ വള്ളം നിർമ്മിച്ചെടുക്കാൻ അവർ പറഞ്ഞത് 2,25,000 രൂപ, 2 ലക്ഷം രൂപയൊക്കെ ആവും. അത് എത്ര സമയമെന്ന് പറയാൻ പറ്റത്തില്ല. അവർ പെട്ടെന്ന് ചെയ്ത് കൊടുക്കും. ഫൈബർ വള്ളങ്ങളാണല്ലോ ഇപ്പോൾ കൂടുതലും. ഇപ്പോൾ ഈ സമയം ആയതുകൊണ്ടാണ് വള്ളങ്ങളെല്ലാം ഇങ്ങനെ കിടക്കുന്നത്. അവിടെ നിന്ന് കുറച്ച് ദൂരം ഒരു കപ്പൽ നങ്കൂരം ഇട്ട് കിടക്കുന്ന ഒരു ഏരിയ ഉണ്ട്. അങ്ങോട്ട് പോയി. സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് കപ്പലൊക്കെ ഇത്ര അടുത്ത് നിന്ന് കാണുന്നത്. ഫിഷിംഗ് ഹാർബർ, വാടി ഹാർബർ കടൽ തീരത്തോട് വളരെ അടുത്ത് കിടക്കുന്ന ഒരു, തിരക്ക് കുറവായതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ വള്ളങ്ങൾ ഒരുപാട് വന്നും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ്. ഈ തങ്കശ്ശേരി ഈസ്റ്റിലാണിതുള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ഫിഷിംഗ് ഹാർബറാണിത്. ഇപ്പോൾ കൊല്ലം തുറമുഖത്തിൻ്റെ മുമ്പിൽ അകത്തൂടെ കയറാൻ പറ്റത്തില്ല. അപ്പോൾ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അതിലേ പോയി ഒന്ന് അടുത്ത് നിന്ന് കപ്പൽ കാണാൻ വേണ്ടി പോയി. അപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞത്, കൊല്ലം തുറമുഖത്തിന് ഇൻ്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ്റെ അനുശാസിക്കുന്ന ICPS കോഡ് സർട്ടിഫിക്കറ്റ് ഇതിനോടകം കിട്ടിയിട്ടുണ്ട്. അതൊരു ഇൻ്റർനാഷണൽ സർട്ടിഫിക്കറ്റ് കോഡാണ്. കസ്റ്റംസ് ക്ലിയറിങ്ങും എമിഗ്രേഷൻ ചെക്ക് പോയിൻറ്റ് സ്റ്റാറ്റസും ഒക്കെ ലഭിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. അങ്ങനെ ആകുമ്പോൾ ഒരുപാട് പുരോഗതി നമ്മുടെ കൊല്ലത്തിനുണ്ടാകുമെന്നാണ് അവർ പറയുന്നത്. കസ്റ്റംസ് ക്ലിയറിംഗ് ഒക്കെ കിട്ടാൻ വലിയ പാടാണ്. പക്ഷേ നമ്മുടെ MP MLAമാരോടൊക്കെ അത് സാധിച്ചെടുത്തു എന്ന് പറയുന്നു. 7.3 മീറ്റർ ആഴമുണ്ടായിരുന്നു ഈ കപ്പൽ വരുന്ന ആ ഭാഗത്തിന് ആഴം. അതിപ്പം കൂട്ടിയിട്ടുണ്ട്. അവരനുശാസിക്കുന്ന രീതിയിലേക്ക് മാറ്റി. അങ്ങനെ കൊല്ലം തുറമുഖം ഇൻ്റർനാഷണൽ ലെവലിലേക്ക് വരികയാണ്. അതിൻ്റെ അകത്തേക്ക് കടക്കാനൊന്നും കഴിയത്തില്ല കേട്ടോ. അതുകൊണ്ട് പുറത്ത് നിന്ന് അകത്തോട്ട് റെസ്ട്രിക്റ്റ് കയറാൻ പറ്റില്ല. ഭയങ്കര നിയമക്കുറിപ്പൊക്കെ ഉണ്ട്. എവിടുന്നോ എന്തൊക്കെയോ ഒപ്പിക്കണമെന്ന്, സർട്ടിഫിക്കറ്റൊക്കെ എന്തോ ഒരു പാസ് ഒപ്പിക്കണമെന്ന് പറയും. എന്തെനിക്ക് മനസ്സിലായില്ല സത്യം പറയാം. അവിടുന്നും
എല്ലാം കണ്ടു. കൊല്ലം യാത്ര കഴിഞ്ഞ് ഞാൻ പതുക്കെ വീട്ടിലേക്ക് മടങ്ങിയാണ്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെല്ലാവർക്കും താങ്ക് യു.